ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ചെറിയ പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലെവൽസും കാര്യങ്ങളൊന്നും മുഴുവനായിട്ട് സെറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് സെല്ലിംഗ് പോയിൻ്റ് ഏതാണ്, ബൈയിങ് പോയിൻ്റ് ഏതാണെന്ന് പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഒന്ന് സമയപരിമിതി മൂലമാണ്, കുറച്ച് പരിപാടികളുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ 1-2 ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ മൈൻട്രി ആണ്. മൈൻട്രി 1471 രൂപയ്ക്ക് മുകളിലേക്കാണ് ഒരു ബുള്ളിഷ്നെസ് കാണുന്നത്, ബുള്ളിഷ്നെസ്സിന് സാധ്യത കാണുന്നത്. 1446 രൂപയ്ക്ക് താഴേക്കാണ് ഒരു ബെയറിഷ്നെസ്സിന് സാധ്യത കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് റിസ്കി ട്രേഡേഴ്സ് ആണെങ്കിൽ 1460 ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്രേഡിലേക്ക് എൻട്രി ആവാമെന്നാണ്. ഇവിടെ ഒരു ട്രെൻഡ് ലൈനും പോകുന്നുണ്ട്. അടുത്തത് ഭാരതി എയർടെല്ലാണ്. എയർടെൽ 505 രൂപയ്ക്ക് മുകളിലേക്ക്, അല്ലെങ്കിൽ 506 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 499 രൂപ 35 പൈസയ്ക്ക് താഴേക്ക് ഒരു ബെയറിഷ്നെസ്സിന് സാധ്യതയുണ്ട്. അടുത്തത് സീലാണ്. സെയിൽ 218 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 212 രൂപയ്ക്ക് താഴേക്ക് ഒരു ബെയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അടുത്തത് LIC ഹൗസിംഗ് ഫിനാൻസ് ആണ്. അത് 359 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 353 രൂപയ്ക്ക് താഴേക്ക് ഒരു ബെയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അടുത്തത് ഐഷർ മോട്ടോഴ്സ് ആണ്. ഐഷർ മോട്ടോഴ്സ് 2560 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 2534 രൂപയ്ക്ക് താഴേക്ക് ഒരു ബെയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഇവിടെ ഈ റീജിയൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് റിസ്കി ട്രേഡേഴ്സ് ആണെങ്കിൽ ഈ റീജിയന് മുകളിലേക്ക് നിങ്ങൾക്ക് ഒരു ബൈ എൻട്രിക്ക് പരിഗണിക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്തായാലും ഈ ഒരു ലെവൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം മുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ലാഭകരമായൊരു ദിവസം നേർന്നുകൊണ്ട് ഇവിടെ പറയുകയാണ് നിങ്ങളുടെ സ്വന്തം അരുൺ ജി.